ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ് പട്ടുറുമാൽ ഇന്റർനാഷണലിൽ അടുത്തതായി എത്തുന്നു കാസർഗോഡ് നിന്നും നിഷാദ്. ഞാൻ നിഷാദല്ല, എന്റെ പേര് മുഹമ്മദ്. മുഹമ്മദാ? മുഹമ്മദ് എന്താ ഇവിടെ? അല്ല, നമ്മുടെ നാട്ടിലെ ഹസ്സൻ ഇവിടെ ഹോസ്പിറ്റലിൽ തല്ലുകൊണ്ട് കിടക്കുകയാണ്. അവനെ കാണാൻ വന്നതാ. ശരി, ഹസൻ എന്ത് പറ്റി? എന്ത് തല്ലിട്ടിയെ? ഹസ്സന് പറ്റിയ പറ്റല്ല മോളെ, പറ്റി. എന്ത് പറ്റ്? അക്കത് ഞാനിവിടെ പറയാ. എന്തായാലും ഇവിടെ തട്ടലും മുട്ടലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒരു പാട്ടായിക്കോട്ടെ. പാട്ടായിക്കോട്ടെ. ആ നേട് മോനെ മ്യൂസിക്. ബസ്സിലെ കിളി ഹസനുണ്ടൊരു നൊസുലൈ നടി രോഗം. ബസ്സിലെ കിളി ഹസനുണ്ടൊരു നൊസുലൈ നടി രോഗം. SMS പോലെ എത്തിപ്പോയല്ലോ കിസ്സനടങ്ങും വേഗം. ബസ്സിലെ കിളി ഹസനുണ്ടൊരു നൊസുലൈ നടി രോഗം. SMS പോലെ എത്തിപ്പോയല്ലോ കിസ്സനടങ്ങും വേഗം. ചെറുപ്പക്കാരികൾ ഒരിക്കലെങ്ങാനും ചിരിച്ച് കിട്ടിയാൽ പിന്നെ അടുത്ത കാഴ്ചയിൽ അവന്റെ വേലയിൽ കുടുങ്ങിയെന്നത് തന്നെ. ചെറുപ്പക്കാരികൾ ഒരിക്കലെങ്ങാനും ചിരിച്ച് കിട്ടിയാൽ പിന്നെ അടുത്ത കാഴ്ചയിൽ അവന്റെ വേലയിൽ കുടുങ്ങിയെന്നത് തന്നെ. ബസ്സിലെ കിളി ഹസനുണ്ടൊരു നൊസുലൈ നടി രോഗം. SMS പോലെ എത്തിപ്പോയല്ലോ കിസ്സനടങ്ങും വേഗം. ഇടക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്ന മിടുക്കി പെണ്ണവൾ കേറും. തിരക്ക് നേരത്തും അവൾക്കായ കിളി തുറക്കും മുന്നിലെ ഡോറും. ഇടക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്ന മിടുക്കി പെണ്ണവൾ കേറും. തിരക്ക് നേരത്തും അവൾക്കായ കിളി തുറക്കും മുന്നിലെ ഡോറും. തിരക്ക് നേരത്തും അവൾക്കായ കിളി തുറക്കും മുന്നിലെ ഡോറും. ചെറുപ്പകാലത്ത് മരിച്ചൊരുപ്പാന്റെ വെറുപറിയാതെ നോക്കി. ചെറുപ്പകാലത്ത് മരിച്ചൊരുപ്പാന്റെ വെറുപറിയാതെ നോക്കി. അവളെ ഞങ്ങളെ കുരിക്കള്ളം അത് വള്ളത്തി വമ്പത്തിയാക്കി. അവളെ ഞങ്ങളെ കുരിക്കള്ളം അത് വള്ളത്തി വമ്പത്തിയാക്കി. ബസ്സിലെ കിളി ഹസനുണ്ടൊരു നൊസുലൈ നടി രോഗം. SMS പോലെ എത്തിപ്പോയല്ലോ കിസ്സനടങ്ങും വേഗം. ഒരിക്കലമ്മതിൻ ചെവിടിയിലിക്കഥ ഒരുത്തൻ ചെന്നങ്ങ് കൂറി. പരിക്ക് പറ്റിയ നരിയെ പോലെയാൽ നിരത്തുവക്കത്ത് ചീറി.
സകലമതിൻ ചെവിടിലിക്കഥ ഒരുത്തൻ ചെന്നങ്ങ് കൂറി. പരിക്ക് പറ്റിയ നരിയെ പോലെയാൽ നിരത്ത് വക്കത്ത് ചീറി. പരിക്ക് പറ്റിയ നരിയെ പോലെയാൽ നിരത്ത് വക്കത്ത് ചീറി. കുതിച്ച് ബസ് വന്നടുത്ത് നിന്നപ്പോൾ ഒതുക്കി വെച്ചൊര ശൗര്യം. പുറത്ത് കാട്ടാതെ പഠിക്കൽ നിൽക്കും ആ ചെറുക്കനോടൊധികാരം. ബസ്സിലെ കിളി ഹസനുണ്ടൊരു നൊസുലൈനടി രോഗം. SMS പോലെ എത്തിപ്പോയല്ലോ കിസ്സ നാടെങ്ങും വേഗം. നിനക്കൻ പെങ്ങളെ പിരിശമാണെങ്കിൽ നടത്തിയേക്കാം വിവാഹം. മറിച്ചിത് വെറും ഹരത്തിനാണെങ്കിൽ മനസ്സിൽ വച്ചോ നിൻ മോഹം. നിനക്കൻ പെങ്ങളെ പിരിശമാണെങ്കിൽ നടത്തിയേക്കാം വിവാഹം. മറിച്ചിത് വെറും ഹരത്തിനാണെങ്കിൽ മനസ്സിൽ വെച്ചോ നിൻ മോഹം. മറിച്ചിത് വെറും ഹരത്തിനാണെങ്കിൽ മനസ്സിൽ വെച്ചോ നിൻ മോഹം. വളച്ച പിള്ളേരെ മുഴുക്കെ കല്യാണം കഴിക്കാൻ മാത്രമൻ വീട്. വലിപ്പം പോരെന്ന് ഗമയില്ല കിളി ചിലച്ചിതമ്മതിനോട്. വളച്ച പിള്ളേരെ മുഴുക്കെ കല്യാണം കഴിക്കാൻ മാത്രമൻ വീട്. വലിപ്പം പോരെന്ന് ഗമയില്ല കിളി ചിലച്ചിതമ്മതിനോട്. എടുത്ത് താഴത്ത് നിറുത്തിട്ടമ്മത് കൊടുത്തു 4-5 വീക്ക്. എടുത്ത് താഴത്ത് നിറുത്തിട്ടമ്മത് കൊടുത്തു 4-5 വീക്ക്. പൊടിച്ച പപ്പടം കണക്കിനപ്പടി പൊടിച്ചു ഹസന്റെ മൂക്ക്. പൊരിച്ച പപ്പടം കണക്കിനപ്പടി പൊടിച്ചു ഹസന്റെ മൂക്ക്. ബസ്സിലെ കിളി ഹസനുണ്ടൊരു നൊസുലൈനടി രോഗം. SMS പോലെ എത്തിപ്പോയല്ലോ കിസ്സ നാടെങ്ങും വേഗം. ചെറുപ്പക്കാരികൾ ഒരിക്കലെങ്ങാനും ചിരിച്ചു കിട്ടിയാൽ പിന്നെ അടുത്ത കാഴ്ചയിൽ അവന്റെ വേലയിൽ കുടുങ്ങി എന്നത് തന്നെ. ബസ്സിലെ കിളി ഹസനുണ്ടൊരു നൊസുലൈനടി രോഗം. SMS പോലെ എത്തിപ്പോയല്ലോ കിസ്സ നാടെങ്ങും വേഗം. ബസ്സിലെ കിളി ഹസനുണ്ടൊരു നൊസുലൈനടി രോഗം. SMS പോലെ എത്തിപ്പോയല്ലോ കിസ്സ നാടെങ്ങും വേഗം. മമ്മദ്ക്ക, ഇപ്പൊ ഹസൻ എങ്ങനെയുണ്ട്? ഇപ്പൊ ഹസന് കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ? നല്ല കൂട്ടുകാരായിട്ടാ ഉള്ളത്. ഇങ്ങനത്തെ കൂട്ടുകാരെ ഒന്നും വെച്ചോണ്ട് നടക്കരുത് കേട്ടോ. നിഷാദ് വണ്ടർഫുൾ, നന്നായിട്ട് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ദ ടീം നന്നായിട്ട് ചെയ്തു. നമുക്ക് മേനേ ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? നിഷാദിന്റെ പാട്ട് വളരെ മനോഹരമായിരുന്നു. നല്ല ബോൾഡ് വോയിസ്, നല്ല ഓപ്പൺ ആയിരുന്നു. പാടിയപ്പോൾ കേൾക്കാൻ നല്ല സുഖം തോന്നി. പിന്നെ ആദ്യം നിഷാദ് അവിടെ പാടിയതുകൊണ്ട് ഇവിടെ എന്താ നടക്കുന്നുള്ളത് ഫസ്റ്റ് കുറച്ചു നേരത്തേക്ക് പിടികിട്ടിയില്ല. പിന്നെയാണ് ആ ലിറിക്സിനെ ഒത്ത് അവരുടെ അഭിനയം പിന്നെയാണ് മനസ്സിലായത്. അതിനുശേഷമാണ് അത് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയത്. തുടക്കം മാത്രമേ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അവരെല്ലാവരും വളരെ മനോഹരമായിട്ടാണ് ചെയ്തത്. എല്ലാവരും എടുത്ത് പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ എല്ലാവരും നന്നായിരുന്നു. ആ പാട്ടിന് കറക്റ്റ് സമയത്തായിരുന്നു അവരുടെ എല്ലാവരുടെയും ആക്ടിങ് ഉണ്ടായിരുന്നത്. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മേനേ ചേച്ചി. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കണം, എത്ര മാർക്കാണെന്ന് അറിയണം, അവരുടെ അഭിപ്രായം അറിയണം. നമുക്ക് ചോദിക്കാം. ജോൺസൺ മാസ്റ്റർ. അധികം അഭിപ്രായങ്ങളില്ല. എല്ലാവരും നന്നായി അവരവരുടെ ഭാഗങ്ങൾ ആക്ട് ചെയ്തിരുന്നു. ആൻഡ് വൺ തിങ് ടു ബി മെൻഷൻഡ്, മേനക പറഞ്ഞു, വെരി വെരി ബോൾഡ് വോയിസ്. താങ്ക് യു. You got a voice and you have got that singing talent. Congratulations. ജോൺസൺ മാസ്റ്റർ എത്ര മാർക്ക് കൊടുക്കുന്നു നിഷാദിന്? നമ്മള് 50 marks for them. 50. Thank you മാസ്റ്റർ. ഫൈസൽ മാസ്റ്റർ. മനോഹരമായ ഒരു ഹാസ്യഗാനം ആണ് ഇവിടെ അവതരിപ്പിച്ചത്. എനിക്ക് ഇത് പുതിയ നമ്മുടെ ഈ കാലഘട്ടത്തിലൊരു സന്ദേശമാണ് ഈ പാട്ട്. ബാപ്പു വാവാട് യുവ രചയിതാക്കളിൽ ശ്രദ്ധേയനാണ് അദ്ദേഹം. നമ്മുടെ കോഴിക്കോടിന്റെ ഒരു ലോഞ്ചിങ് സോങ് ഒരിക്കൽ അദ്ദേഹം എഴുതുകയുണ്ടായി. വളരെ മനോഹരമായി മാപ്പിളപ്പാട്ടിന്റെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാപ്പിളപ്പാട്ടിന്റെ ഒരു സൗന്ദര്യം കവിതയിൽ ആവിഷ്കരിക്കാൻ വളരെ വിദഗ്ധനാണ് ബാപ്പു വാവാട്. അദ്ദേഹത്തിന്റെ വരികൾ അഷ്റഫ് എടക്കര പാട്ടുകാരനും സംഗീത സംവിധായകനുമായ അദ്ദേഹം ചിട്ടപ്പെടുത്തിയാണ്. വളരെ മനോഹരമായ ഒരു ഗാനമാണ്.
അമ്മ നന്നായി പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഞങ്ങളെ ഭാഗത്ത് നിന്ന് 36 മാർക്ക്. 3686. Congrats, നിഷാദ്. താങ്ക് യു ചേച്ചി. എല്ലാ പ്രാവശ്യം ഓരോ റൗണ്ടിലും ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് നിഷാദ് കാഴ്ചവെക്കുന്നത്. ഇതുപോലെ ഇനിയും വെറൈറ്റീസ് നിഷാദിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.